പ്രസാദിനെ ഞാൻ കുറ്റം പറയില്ല. ആരോടും പകയോ വെറുപ്പോ തോന്നാത്ത ഒരു വിശേഷപ്പെട്ട അവസ്ഥയിലാണ് അവനിപ്പോ. പക്ഷെ ബാലമാമ അമ്മ അങ്ങനെയാണോ? എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ രോഷം. പക്ഷേ നമ്മൾ അങ്ങനെ കേസ് വലിച്ചഴിച്ചുകൊണ്ട് നമുക്ക് എന്ത് നേട്ടമാ രമേശ? നഷ്ടമല്ലാതെ. ഇഷ്ടമില്ലാത്തവർ എത്രയും വേഗം ഒഴിഞ്ഞു പോകുന്നതല്ലേ നല്ലത്. നമുക്ക് എങ്ങനെയാ അത് നല്ലതാകുന്നത്? കോടതിയിൽ പ്രസാദ് ഡൈവോഴ്സിനെ അനുകൂലിച്ചു എന്ന് കരുതി അവന്റെ ദുഃഖം തീരുവോ? സുമിത്ര അറേഞ്ച് ചെയ്ത് വെച്ച പുതിയ ദാമ്പത്യത്തിലേക്ക് കിടക്കുമ്പോൾ പ്രസാദിന്റെ സ്ഥിതി എന്താണ്? അതെന്താ ബാലമാമ ഓർക്കാത്തത്? അത് ഓർത്തത് കൊണ്ടാണ് എത്രയും വേഗം ഈ നൂലാമാലകളിൽ നിന്നും തലയൂരാൻ പ്രസാദിനെ ഞാൻ പ്രേരിപ്പിച്ചത്. പുതിയ ജീവിതം സുമിത്രയ്ക്ക് മാത്രമല്ല, നമ്മുടെ കുട്ടിയും കിട്ടും. ഇനി നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം അതാണ്. പ്രസാദിന് നല്ലൊരു കുട്ടിയെ കണ്ടെത്തുക. അങ്ങനെ ഒരു ബന്ധത്തിനായി പ്രസാദിനെ സമ്മതിപ്പിക്കുകയാണ് ഇനി വേണ്ടത്. പ്രസാദേ, നിന്റെ ജീവിതത്തിൽ ഒരു ഘട്ടമാണ് കോടതി മുറിയിൽ കഴിഞ്ഞത് എന്ന് കരുതി ജീവിതം അവിടെ തീരുന്നില്ല. അല്ല, ഞാനിതൊന്നും നിന്നോട് പറയേണ്ട കാര്യമില്ല. കാരണം അത്ര കണ്ട് മാനസികമായ പക്വത നീ നേടിക്കഴിഞ്ഞു. എങ്കിലും ഒരേട്ടനെന്ന നിലയിൽ എനിക്കൊരു പ്രധാന കാര്യം അറിഞ്ഞാൽ കൊള്ളാം. ഇനിയൊരു വിവാഹത്തിന് നീ... ബാലമാമ ചോദിച്ചു കഴിഞ്ഞാണിത്. മറുപടി ഞാൻ പറഞ്ഞു. ഇപ്പോഴും എൻ്റെ മറുപടി അത് തന്നെയാ. സുമിത്രയ്ക്ക് പകരം മറ്റൊരാളെ സ്വീകരിക്കാൻ എനിക്ക് കഴിയില്ല. എങ്കിൽ പിന്നെ എന്തിനു ഡൈവോഴ്സിന് സമ്മതിച്ചു? സുമിത്ര അത് ആഗ്രഹിച്ചുകൊണ്ട്. അങ്ങനെയെങ്കിലും അവളോടും കുടുംബത്തോടും ഞാൻ ചെയ്ത തെറ്റുകൾക്ക് പ്രതിവിധിയായെങ്കിലോ എന്ന് മോഹിച്ചതുകൊണ്ട്. പക്ഷെ തെറ്റുകൾ... വേണ്ട രമേശേട്ടാ, ദയവായി ഈ വിഷയം ഇനി എന്നോട് സംസാരിക്കരുത്, പ്ലീസ്. ആ വാ ദിലീപ്, ഇരിക്ക്. പ്രേം, അകത്തുനിന്നൊരു കസേരയും എടുക്ക്. സുമിത്രേച്ചി എവിടെ? അവളകത്തുണ്ട്. കോടതിയിലെ സംഭവവികാസങ്ങൾ അറിയാൻ ദിലീപിന് ഒരാകാംക്ഷ. ആകാംക്ഷ എന്ന് വെച്ചാൽ കോടതിയിൽ പ്രസാദ്... നമ്മൾ ഭയന്നതുപോലെ ഒന്നും സംഭവിച്ചില്ല. ദൈവാധീനം. അയാൾ നമുക്ക് തന്ന വാക്ക് പാലിച്ചു ദിലീപ്. ഡൈവേഴ്സിന് സുമിത്രയ്ക്ക് സമ്മതമാണെങ്കിൽ അയാൾക്ക് സമ്മതമാണെന്ന് തുറന്നു പറഞ്ഞു. ഇപ്പോ സമാധാനമായല്ലോ. അവസാന നിമിഷം അയാൾ കാല് മാറിയേക്കുമോ എന്നൊരു ആശങ്ക എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഏതോ ഭാഗ്യത്തിന് അത് ഉണ്ടായില്ല. എനിക്ക് സുമിത്രയോടൊന്ന്... അതിനെന്താ, സംസാരിക്കാമല്ലോ. സുമിത്രേ, അല്ലെങ്കിൽ ദിലീപ് അകത്തോട്ട് ചെല്ലേ. ദേ, അമ്മാവൻ വിളിക്കുന്നു. അവിടെ ഒരാൾ കാണാൻ കൊതിക്കുന്നുണ്ടാവും. ദിലീപേട്ടൻ അതിനെ വിളിക്കുന്നെന്ന് തോന്നുന്നു. ഞാൻ ഇത്തിരി നേരം ഒന്ന് തനിച്ച് നിന്നോട്ടെ താരെ. അങ്ങനെ തനിച്ച് നിൽക്കേണ്ട കാലമൊക്കെ ഇന്ന് കോടതിയിൽ വെച്ച് അവസാനിച്ചു. ഇനി തനിച്ചു നിർത്താനൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല.
വന്നേ. വാ സുമിത്രേച്ചി, വാ. കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ സുമിത്രയെ ഒന്ന് കാണണമെന്ന് തോന്നി. ബുദ്ധിമുട്ടായോ? ഇല്ല. ഒരു വലിയ മഴ പെയ്തു തോർന്ന പോലെ തോന്നുന്നു അല്ലേ? എല്ലാവരും വല്ലാത്തൊരു മാനസിക സംഘർഷത്തിലായിരുന്നു. കാരണം ഹ്യൂമൻ ടെമ്പറമെൻ്റ് എന്ന് പറയുമ്പോൾ അത് എപ്പോൾ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും ചാഞ്ചാടാമല്ലോ. സോറി, സുമിത്രയുടെ കാര്യമല്ല ഞാൻ സൂചിപ്പിച്ചത്. പ്രസാദിനെ പറ്റിയാണ്. പക്ഷേ ഒന്നും സംഭവിച്ചില്ല അല്ലേ? നമ്മുടെ മനസ്സ് കണ്ടെത്താൻ പ്രസാദിന് കഴിഞ്ഞു. ആശ്വാസം. മറിച്ച് പ്രസാദ് സമ്മതമല്ലെന്നെങ്ങാനും ഒരു സ്റ്റാൻഡ് എടുത്തിരുന്നെങ്കിൽ, ഓ വേണ്ട, നടക്കാത്ത കാര്യത്തെപ്പറ്റി എന്തിനാണ് ഭാവന ചെയ്യുന്നത്? ഇനിയിപ്പോൾ നടക്കേണ്ട കാര്യത്തെപ്പറ്റി ആലോചിക്കാം. എത്രയോ നാളുകൾക്ക് മുമ്പേ മനസ്സിൽ കെട്ടിപ്പൊക്കിയ മോഹമാണ്, പറയാതെയും അറിയിക്കാതെയും പോയ മോഹം. വിധി വീണ്ടും ആ നല്ല കാലത്തിലേക്ക് രണ്ടുപേരെയും കൈപിടിച്ചെത്തിച്ചിരിക്കുന്നു. ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു അല്ലേ? കുറച്ച് നാൾ കൂടി ലീവിന് അപേക്ഷിക്കണം. വിവാഹം കഴിഞ്ഞ് 3-ാം ദിവസം കടൽ കടക്കുന്ന ക്രൂരഹൃദയന്മാരുടെ സംഘത്തിലേക്ക് എന്തായാലും ഞാനില്ല. കാരണം ഇനി പോയാൽ ചുരുങ്ങിയത് 1 വർഷം കഴിഞ്ഞേ വരാൻ പറ്റൂ. വിവാഹൊരുക്കങ്ങളൊക്കെ ഉടനെ തുടങ്ങാമെന്നാണ് ശങ്കരി സാർ പറയുന്നത്. തുടങ്ങാല്ലേ? സുമിത്രേ, ഞാൻ പറഞ്ഞത് സുമിത്രയെ ഡിസ്റ്റർബ് ചെയ്തെന്ന് തോന്നുന്നു. അനവസരത്തിലായോ എൻ്റെ സംസാരം? അറിയാതെ ഇമോഷണലായി എന്തൊക്കെയോ പറഞ്ഞുകൂട്ടി. കേൾക്കുന്ന ആളുടെ മാനസികാവസ്ഥയെപ്പറ്റി ഓർത്തതേയില്ല. ഐ എം സോറി സുമിത്രേ. എന്തൊക്കെയായാലും ഒരു ബന്ധം മുറിച്ചെറിയുന്നതിൻ്റെ വേദന, അതേക്കുറിച്ച് ഞാൻ അറിയേണ്ടതായിരുന്നു. അറിഞ്ഞില്ല, ചിന്തിച്ചു പോലുമില്ല. ഭാവിയെപ്പറ്റിയുള്ള ആവേശം കൊണ്ടുവന്ന തെറ്റ്. സോറി സുമിത്രേ. പൊയ്ക്കോട്ടെ. കുടിച്ചില്ലേ? ഇത് തണുത്ത് പച്ചവെള്ളമായി കാണുമല്ലോ. ഞാൻ മറന്നുപോയി. ഞാൻ വേറെ കൊണ്ടുവരാം. വേണ്ട, നീ അവിടെ ഇരിക്കുക. പ്രസാദിന്റെ കാര്യം തന്നെ. ഒട്ടും ഇഷ്ടത്തോടെയല്ല അവൻ ഡൈവോഴ്സിന് സമ്മതിച്ചിരിക്കുന്നത്. സുമിത്രയുടെ ആഗ്രഹത്തിന് എതിര് നിൽക്കാനാവാത്തതുകൊണ്ട് മാത്രം.
പക്ഷെ അതുകൊണ്ട് പ്രസാദിന് എന്ത് ലാഭം? സുമിത്രയ്ക്ക് ഒരു പുതിയ ജീവിതം കിട്ടുകയും പ്രസാദിനെല്ലാം നഷ്ടപ്പെടുകയാണ്. അതവൻ മനസ്സിലാക്കാത്തത് എന്താ? പക്ഷേ മനസ്സിലാക്കിയതുകൊണ്ട് എന്ത് പ്രയോജനം? പ്രയോജനമുണ്ട്. ഉള്ളിലൊരു വാശിയുണ്ടാവും. തന്നെ വേണ്ടാത്തവളെ തനിക്കും വേണ്ടെന്ന വാശി. ജീവിതം ഒരു സുമിത്രയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ലെന്ന തിരിച്ചറിവ് അതവനുണ്ടാകുന്നില്ലല്ലോ. അതൊക്കെ ക്രമേണ ഉണ്ടാവും രമേശേട്ടാ. ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ. ആ സമയമാവുമ്പോൾ പ്രസാദിന്റെ മനസ്സും ഒരു പുതിയ ബന്ധത്തിന് തയ്യാറാവും. എന്നാൽ ആ സമയം ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു ബന്ധം വെളിപ്പാട് അകലെ ഉള്ളപ്പോ എന്തിനാ ഒരു കാത്തിരിപ്പ്? രമേശേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് പിടികിട്ടുന്നില്ല. ബാലമാമ എന്നോടൊരു കാര്യം പറഞ്ഞു. പ്രസാദിന്റെ ജീവിതത്തിലേക്ക് വരാൻ ഒരാൾക്ക് താല്പര്യമുണ്ടെന്ന്. ആർക്ക്? ഡോക്ടർ രേഖയ്ക്ക്. നേരോ? ഡോക്ടർ ഇക്കാര്യം പ്രസാദിനോട് തുറന്നു പറയുന്നത് അമ്മ കേട്ടത്രേ. എങ്കിൽ പിന്നെ കൂടുതൽ ആലോചിക്കാൻ എന്തിരിക്കുന്നു? പ്രസാദിനെ ചികിത്സിച്ച ഡോക്ടർ. ഡോക്ടറെ പറ്റി പ്രസാദിന് വളരെ നല്ല അഭിപ്രായമാണ്. ഒരു തരത്തിൽ നോക്കിയാൽ സുമിത്ര പോലും ഡോക്ടർ രേഖയുടെ അത്ര പ്രസാദിന്റെ മനസ്സ് കണ്ടിരിക്കില്ല. ഇത്രയും ചേർന്നൊരു ബന്ധം പ്രസാദിന് കിട്ടുമെന്ന് പോലും എനിക്ക് സംശയമാണ്. ഇനിയൊരു തീരുമാനം എടുക്കാൻ ഒട്ടും താമസിക്കരുത്. അവിടെയാണല്ലോ പ്രശ്നം. തീരുമാനം എടുക്കേണ്ടത് നീയോ ഞാനോ അല്ല, അവനാ. പുനർവിവാഹത്തെപ്പറ്റി ചിന്തിക്കാനേ തയ്യാറില്ലെന്നാ അവൻ എന്നോട് പറഞ്ഞത്. അതൊക്കെ അങ്ങനെ പറഞ്ഞെന്നിരിക്കും. ഇപ്പൊ നമ്മളതത്ര കാര്യമായിട്ട് എടുക്കണ്ട. ഡൈവോഴ്സ് നടന്ന് സുമിത്രയുടെയും ദിലീപിന്റെയും വിവാഹം കൂടി കഴിയുമ്പോ നോക്കിക്കോ, പ്രസാദിന്റെയും ചിന്താഗതി മാറും. പുനർവിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്യും. ഉറപ്പാണോ? 100%. രമേശേട്ടൻ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ഡോക്ടർ രേഖയോട് ഇക്കാര്യം ഫോർമലായി സംസാരിക്കുക. അവരിങ്ങനൊരു താല്പര്യം പറഞ്ഞ സ്ഥിതിക്ക് അത് വിട്ടുകളയണ്ട. എത്ര വേഗത ഫിക്സ് ചെയ്ത് കാര്യങ്ങളൊരു കരക്കടുപ്പിക്കണം. എന്താ ആലോചിക്കുന്നേ? ഡോക്ടർ രേഖയെ കാണുന്ന കാര്യം തന്നെ. അതിനെന്താ എത്ര ആലോചിക്കാൻ? നഴ്സിംഗ് ഹോമിൽ ചെല്ലണം, രേഖയെ കാണണം, വിഷയം അവതരിപ്പിക്കണം. ഞാൻ വന്നത് ഒരു പ്രധാനപ്പെട്ട വിഷയം ഡോക്ടറോട് ചോദിക്കാനാണ്. ചോദ്യം അടിസ്ഥാനമില്ലാത്തതാണെങ്കിൽ അപ്പോഴേ മറന്നു കളയണം. പ്രസാദിന്റെ ഏട്ടന് എന്നോട് സംസാരിക്കാൻ ഈ മുഖവര വേണോ? എനിക്ക് തോന്നുന്നില്ല. ഡോക്ടർക്ക് അറിയാവുന്ന കാര്യമാണെന്നാണ് എൻ്റെ വിശ്വാസം. പ്രസാദിന്റെ ജീവിതത്തെപ്പറ്റിയാണ്, അവന്റെ ഭാവിയെപ്പറ്റിയാണ്. താളം തെറ്റിയ അവന്റെ മനസ്സിന് ഡോക്ടർ ഏറ്റവും നല്ല ചികിത്സ നൽകി. കൈവിട്ടു പോയെന്ന് കരുതിയ ഞങ്ങളുടെ പ്രസാദിനെ ഡോക്ടർ തിരികെ തന്നു. ഏതൊരു ഡോക്ടറുടെയും കടമയല്ലേ അത്? പക്ഷെ എല്ലാ ഡോക്ടർമാരും ആ കടമ ഓർക്കാറില്ല. ഡോക്ടർ അത് ഓർത്തു, അത് മാത്രം ഓർത്തു. ആജീവനാന്തം എന്നോട് കടപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയാനാണ് ഭാവമെങ്കിൽ നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. ക്ഷമിക്കണം. അങ്ങനൊരു കടപ്പാടിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് ഡോക്ടർക്ക് സമ്മതമാണോ എന്നറിയാനാണ് വന്നത്.